അമ്മേ ആ 14 അമ്മയ്ക്ക് പപ്പയുടെ ഗിഫ്റ്റ് കിട്ടുമല്ലോ. എന്തിട്ട് കിട്ടാവോലെ? ആ 14 നിന്റെ പപ്പേരെന്ന് കിട്ടിയത് തന്നെ ഗിഫ്റ്റ്. നീ ആദ്യം തന്നെ 14 എന്തുട്ട പ്രത്യേകത ചോദിച്ചു നോക്കിയോക്ക്. ഞങ്ങളുടെ വെഡിങ് ആനിവേഴ്സറിയും എൻ്റെ ബർത്ത്ഡേയും ആളുടെ ബർത്ത്ഡേ പോലും ഓർമ്മയില്ലാത്ത ആളാ. അമ്മ എന്തിട്ടി പറയണേ? 14 പ്രത്യേകത പോളൂന്ന് വരെ അറിയാം. പറഞ്ഞു കൊടുത്താറ പോളുവോ? വാലന്റൈൻസ് ഡേ. വാറാ നമുക്ക് പപ്പോട് ചോദിക്കാം. ഓക്കേ. പപ്പ 14 പ്രത്യേകത എന്താണെന്ന് അറിയോ? 14 ഈശോ 4 കുറി അത് വെച്ചു. 4 10 കുറി കഴിഞ്ഞു. 10 ലോണ്, 25 കുറി, 8 കുറി. ഇനി വേറെ എന്തിന് 14? തുടങ്ങി പപ്പയുടെ കുറി ലോണൊക്കെ. പപ്പ അത് 14 വെച്ച് കഴിഞ്ഞാൽ ഒരു ആഘോഷം, എല്ലാരും ആഘോഷിക്കുന്ന ഒരു ആഘോഷ. ഓ ആഘോഷല്ലേ? ഓ ഞാൻ പേടിച്ചു പോയി. ആഘോഷമാണെങ്കിൽ 14 അല്ലേ? 14 ഓർമ്മയുണ്ടല്ലോ. ആ ശിശുദിനം. എന്റെ പപ്പേ, അത് നവംബർ 14. ഈ ഫെബ്രുവരി 14 വാലന്റൈൻസ് ഡേ എനിക്കറിയാലോ. പപ്പേ 14 അമ്മയ്ക്ക് ഗിഫ്റ്റ് കൊടുക്കണ. ഓ ഇനി അതിന് ഗിഫ്റ്റ് ഉണ്ടാക്കണ? എടാ നിങ്ങൾക്ക് എന്നെ ഓർമ്മിക്കാണ്ടിരുന്നോളൂ. ഞാൻ മറന്നു എന്ന് പറഞ്ഞ അവളോട്. ഓ ഓരോരുത്തരും ആ ദിവസം ഉണ്ടാക്കി വെച്ചാൽ മതിയല്ലോ. ബാക്കിയുള്ള ബുദ്ധിമുട്ടാ എൻ്റെ.